ഹലോ ഗൈസ്. ഓക്കെ, സോ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നൊരു വെറൈറ്റി യാത്രയ്ക്ക് ഞങ്ങൾ പോവാണ് അല്ലേ? അതെ, ഞങ്ങൾ സാസ്കറ്റൂണിലാണ്. ഞങ്ങൾ ഇവിടുന്ന് പ്രിൻസ് ആൽബർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുവാണ്. സോ ഞങ്ങൾ പോകുന്ന ഒരു കോമഡി കാര്യത്തിനാണ്. അപ്പം പോകുന്ന കാര്യം പറഞ്ഞുതരാം എന്തിനാന്ന്. അപ്പം അതിനൊന്ന് പൊന്നോ കൊടുക്കത്താ പിന്നെ ബാഗ് അല്ലേ? ഒരു ബാഗ് വാങ്ങിക്കാനായിട്ട് കുറെ നാളായിട്ട് ചിന്തിക്കുവായിരുന്നു. അപ്പം നമ്മൾ കുറെ കടകളിൽ കയറി കുറെ നോക്കി. ആരും ഇഷ്ടപ്പെടുന്ന ബാഗ് നമ്മൾ ഒരു കടയിലും കാണുന്നില്ല. ഒത്തിരി നമ്മൾ ഇവിടെ ലുലു ലെമൺ, നൈക്കിയുടെ സ്റ്റോറിൽ ഔട്ട്ലെറ്റില്ല, പക്ഷേ JD സ്പോട്ട്, ഫുഡ് ലോക്കർ, ഒരുപാട് കടകൾ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് കടകൾ ഇപ്പം ഉണ്ടായിരുന്ന ഒരു സ്റ്റീവ് മെയ്ഡിന്റെ ബാഗാണ്. അപ്പം നമ്മൾ അവിടുന്ന് വാങ്ങിക്കുന്നത്, കാരണം അതൊരു ഷൂ ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മളിനി അവിടുന്ന് വാങ്ങിക്കുന്നില്ലെന്ന് വിചാരിച്ചു. അവിടുത്തെ ബൂട്ട്സ് ഒക്കെ നല്ലതാണ്. അപ്പം ഞങ്ങൾ ഒത്തിരി നോക്കിയെല്ലാം. ഞങ്ങൾ ആദ്യം നോക്കിയപ്പം നല്ല ഒരെണ്ണം കിട്ടി അല്ലേ ലുലു ലെമണിൽ. പക്ഷെ നമ്മൾ പിന്നീട് വന്ന് വാങ്ങിക്കാന്ന് വെച്ചപ്പം അതിന്റെ ഓഫർ അങ്ങ് പോയി. അപ്പം നമ്മൾ തപ്പി അപ്പം അയറിന് കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഇവിടെ സ്പോർട്സ് ചെക്കിൽ നമ്മൾ പോയി, അവിടെ ഒന്നും കിട്ടുന്നില്ല. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അവസാനം നോക്കി ലാഭമൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഒരു ബാഗ് കണ്ടുപിടിച്ചല്ലേ. ആ ബാഗ് പ്രിൻസ് ആൽബർട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മളിനിപ്പോ കളക്ട് ചെയ്യാൻ വിചാരിച്ചേ. എന്റെ മനസ്സിൽ ഈ വേറൊരു സ്ഥലവും ഈ പ്രിൻസ് ആൽബർട്ടുമായിട്ട് തെറ്റിക്കിടക്കായിരുന്നു. ഇവിടെ മാർട്ടിൻവില്ലുണ്ട്, അത് ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ്. അപ്പം പറയുവാണെങ്കിൽ നമ്മളിപ്പം ഓൾമോസ്റ്റ് 152 കിലോമീറ്റേഴ്സ്, ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ വണ്ടി ഓടിച്ച് നമ്മൾ പോവാണ് പ്രിൻസ് ആൽബർട്ടിലോട്ട്. എന്തിനാണെന്നറിയോ? ബാഗ് പിക്ക് ചെയ്യാൻ. കാശിന്റെ കഴപ്പാ. ആ ബാഗിന് എനിക്കറിയത്തില്ല എന്തോ സംഭവം. ആ ബാഗ് പെട്രോൾ അടിക്കുന്ന കാശ്, ബാഗിനേക്കാളും പൈസയാവും നമ്മൾ പെട്രോൾ അടിച്ച് അവിടെ വരെ ചെന്ന് തിരിച്ച്. ഓൾമോസ്റ്റ് മോർ ദാൻ 300 കിലോമീറ്റേഴ്സ് വി ആർ ഓൺ ട്രാവൽ. അപ്പം ഞങ്ങളുടെ ട്രാവൽ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ. ഇതാ ഞാൻ പറഞ്ഞത്, ഓൾമോസ്റ്റ് 152 കിലോമീറ്റേഴ്സ്. അപ്പം ആറാകുമ്പോഴത്തേക്കിന് ഞങ്ങൾ ബാക്കി കാണിക്കും. ഓക്കെ, ബൈ. കഴിഞ്ഞു, സ്നോ കഴിഞ്ഞോണ്ട് ഭയങ്കര അപ്പൊ എല്ലാ സ്നോയും അലിഞ്ഞു കിടക്കുക ചില സ്ഥലത്തിൽ. അപ്പൊ നമ്മൾ പോകുമ്പോ വണ്ടിയിലോട്ട് ഫുൾ വണ്ടി കഴുകാന്ന് വിചാരിച്ചല്ലേ? വണ്ടി കഴുകാന്ന് വിചാരിച്ച പക്ഷെ വണ്ടി കഴുകിയാലും അതിനുശേഷം പിന്നെയും ഭയങ്കര ചെളിയാവും വണ്ടിയിൽ എങ്ങനെയാണെങ്കിലും. അപ്പൊ അത് കാരണമാണ് നമ്മളിപ്പം ഞങ്ങളോട് വിചാരിച്ചു ഈ ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടി കഴുകാന്ന് വിചാരിച്ചു. അല്ല പിന്നെ ഈ പോകുന്ന വഴി മൊത്തം ചെളിയും. പക്ഷെ കഴുകണം ഉണ്ടായിരുന്നു, ഭയങ്കര ചെളിയായി. ഈ സൈഡിലൊക്കെ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു വെറൈറ്റിക്ക് ചെള്ളയുടെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാ, വണ്ടി ഒന്ന് നീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്ന് വൈപ്പർ ഓണാക്കിയപ്പോൾ ഇതിന്റെ തെറിച്ചങ്ങ് നമ്മളെ വൃത്തിയാക്കുന്നതായിരിക്കും. വൃത്തിയാക്കിയിട്ട് നല്ല രസമുള്ള വ്യൂ കാണിച്ചിരുന്നായിരിക്കും ഫ്രണ്ടിൽ കൊണ്ട്. ഇതൊക്കെ എന്ത് നല്ല സ്കൈ അറിയോ? We are in the land of living skies and so pretty. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് പ്രിൻസ് ആൽബർട്ടിൽ എത്തിയിരിക്കുവാണ്. നല്ല അടിപൊളി ഒരു മോൾ എന്ന് പറഞ്ഞത് മോളെന്നല്ല, ഒരു ഷോപ്പിംഗ് സെന്റർ, കോർണർ സ്റ്റോർ ഷോപ്പിംഗ് സെന്റർ. അവിടുത്തെ സ്പോർട്സ് ചെക്കിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കാണിച്ചു ടിം ഹോട്ടൻസ് നിർത്തി ഞങ്ങൾ 2 ഐസ് കോഫി അല്ലേ, 2 ഐസ് കോഫി വാങ്ങിച്ചു. അത് ഭയങ്കര വെട്ടമാണ് ഗൈസ്. ഒരു ഓഫറിൽ കിട്ടിയതാണ്. അപ്പോൾ 2 ഐസ് കോഫി വാങ്ങിച്ചു, 2 for 4. അതിൻ്റെ കൂടെ ഒരു ഡോണട്ടും ഉണ്ടായിരുന്നു, പ്ലെയിൻ ഡോണട്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് കഴിച്ചെങ്കിൽ വിശക്കുവരുത് ചേച്ചി. നമ്മൾ കുറേ നേരം ഇറങ്ങിയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് നമ്മളങ്ങ് നിർത്തിയില്ലല്ലോ അല്ലേ. അപ്പം അത് കാരണം നമ്മൾ ഇച്ചിരി അവത്തൂടുള്ള വഴി കൂടെ വന്നത്. അപ്പോൾ അവിടെ ഈ വരുന്ന വഴിക്കൊന്നും ഷോപ്സും അങ്ങനത്തെ കടകളൊന്നുമില്ല. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് കട കാണാമോന്നും അറിയത്തില്ല, കുറേയാണ്. സ്പോർട്സ് ചെക്ക് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന സ്പോർട്സ് ചെക്കിൽ നമുക്ക് കയറി നോക്കാം എന്തായാലും നമ്മുടെ സാധനം കണ്ട് നമുക്ക് അവിടെ ചെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇതാണ് എത്തിപ്പെട്ട സ്ഥലം. ഈ സ്ഥലം ഒന്ന് നോക്കിയേ, ഒരു ഷോപ്പിംഗ് സെന്റർ. ക്രോസ് ചെയ്ത് കാറ്റൊക്കെ അടിച്ചൊരാളുടെ മുടിയൊക്കെ പോയി.
അങ്ങനെ ഞങ്ങള് വണ്ടി പാർക്കിങ്ങിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ഥലം. നല്ല നല്ല വൈബുള്ള സ്ഥലമാണ്. നമ്മളിവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഇതേണ്ടി കയറുന്നതായിരിക്കും അല്ലേ? എവിടെയെങ്കിലും കഴിക്കാൻ കയറണ്ടേ? വിശക്കുന്നില്ലേ? എല്ലാം കഴിക്കാൻ കയറുന്നു. നമ്മൾ സ്പോർട്സൊക്കെ കയറി അല്ല അതാണ് അറിയോ നമുക്ക് അങ്ങനെ അതോട്ട് പോകാം. ഓക്കെ, നമ്മൾ അതൊക്കെ ഒന്ന് എൻക്വയറി ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ കാണിച്ച് ഞങ്ങളുടെ സാധനം കിട്ടിയിരിക്കുന്നു. ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇത് കണ്ട് നമുക്ക് ഷോപ്പിൽ കയറാം. ഇതിവിടുത്തെ ഒരു ഫേമസ് ബ്രാൻഡാണ് കാനഡയിൽ, യെറ്റി എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അടിപൊളി മറ്റേ ഈ ടംബ്ലറും അങ്ങനത്തെ സാധനങ്ങളുടെ ആയിരുന്നു. ഇതിൻ്റെ ഒരു കോഫി മഗ് ഉണ്ടല്ലോ, അടിപൊളി ബ്രാൻഡാണ്. നമ്മുടെ സ്റ്റാൻലി കപ്സ് പോലെ. ഇവിടെ വേറെ ബാഗ് ഇരിക്കുന്നു. അതെ, പിന്നെ ഇവിടെ വന്നിട്ട് വേറെ ബാഗാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ഈ ബാഗിന് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കുന്നുണ്ടോ അതോ? നമുക്കിവിടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് എന്തായാലും കയറിയില്ല, ഇത്ര ദൂരം വന്നതല്ലേ, ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് നോക്കുന്നത്. കാനഡ ഹോക്കി ടീമിൻ്റെ ക്യാപ്പാണ്, നൈക്കിയുടെ. കൊള്ളാമല്ലോ ജേഴ്സി. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഏതാണ്ട് അൺബോക്സിങ് തുടങ്ങുവാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാറില്ല? ഞാൻ നാച്ചുറൽ ഫിറ്റ് ആയതുകൊണ്ട് ചെയ്യാറില്ല, അതിന്റെ ആവശ്യമില്ല. എങ്ങനെയുണ്ട്? വലിപ്പമുണ്ട്. നല്ല കൊള്ളാം, നല്ല മെറ്റീരിയലാണ്. നല്ല തുറന്നു നോക്കി. മേളിലും സ്പേസ് ഉണ്ട്, ഉണ്ടെന്ന് തോന്നുന്നു. ഇതായിരുന്നു എനിക്ക് വേണ്ടത്, ഇങ്ങനൊരു കമ്പാർട്ട്മെന്റ്. അതുകൊണ്ട് മേളിലുണ്ട് സിപ്പ്. അതെന്തുവാ? എനിക്കൊന്ന് റെയിൻ ജാക്കറ്റാണ്. ഓ, അവിടെ ഒരു കീയോ ഉണ്ടോ? ഇല്ല. സാധാരണ പഴയ ഒരു ബാഗിനകത്തൊക്കെ മറ്റേ ഈ വൈൽഡ് ക്രാഫ്റ്റിന്റെ ഒക്കെ മറ്റേ ഇങ്ങനെ ഫുൾ ബാഗ് കവർ ചെയ്യാം. പുറലോടത്ത് വെച്ചോ, വിലക്കുറവായിരുന്നു അല്ലേ? കാണിക്കുന്നത് 60, നമുക്ക് 28, ഓൾമോസ്റ്റ് 50 അല്ലേ? പെട്രോൾ കുഴപ്പമില്ല. ഒരു യാത്രയ്ക്ക് അതെ, യാത്രയ്ക്ക് യാത്രയായി. Thank you for driving all the way. Thank you. അതെ, നമ്മളിനിയും ഒന്നെങ്കിൽ കഴിക്കാൻ പോകും ഡയറക്ട്ലി. സാറ്റർഡേ ആയിട്ട്, സാറ്റർഡേ സൺഡേ ഓൾമോസ്റ്റ് 6 വരെയൊക്കെ ഉണ്ട് ഷോപ്സ്. ഒന്നെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും, അല്ലെങ്കിൽ ചുമ്മാ റാൻഡായിട്ട് ഏതെങ്കിലും ചുമ്മാ കടയിൽ എന്തെങ്കിലും നോക്കിയിട്ട് ഇതിന് ശേഷം നമ്മളെന്തായാലും ഫുഡ് കഴിക്കാതെ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമില്ല. ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഷോപ്പ് നോക്കണം. അതിനോട് എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഷോപ്സ് ഓപ്പൺ ആണോ വാങ്ങിക്കാൻ പറ്റുന്ന പറ്റുവാണെങ്കിൽ വാൾമാർട്ടിലും കൊടുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾ എവിടെ വന്നേക്കുന്നത്? ഗേറ്റ് വേ മോൾ. ഇവിടെ ആപ്പാടുള്ള ഒരു മോള് കണ്ടത് ഇതാണ്. സത്യം പറയാലും ഒരു മനുഷ്യനും കണ്ടിട്ട് വെടിപ്പായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ തൽക്കാലം അകത്തോട്ട് കയറി പോവാം അല്ലേ? അകത്ത് നമുക്ക് മോളിനകത്ത് ചുമ്മാ കയറി എന്തൊക്കെയുണ്ടോ നോക്കാം. അത് 1 hour ഓപ്പൺ ഉള്ളൂ. അപ്പോൾ ആ സമയത്തുള്ളിൽ മോളത്ത് കയറി നോക്കാം. ഞങ്ങൾ അപ്പം ഇങ്ങനെ വന്നൊരു കട കണ്ടതാണിത്. ദ ഗിഫ്റ്റ് സ്റ്റോർ എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. ഇവിടെ നോ ഡ്രിങ്ക്സ്, ഞങ്ങളുടെ ഇന്ന് കോഫി ഞങ്ങൾ കുടിച്ച് കയറിട്ട് വന്നു. ഓ അടിപൊളി. ബൈക്കിൻ്റെ ക്ലോക്ക്. ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ജെല്ലിക്കറ്റ് ഉണ്ട്. കാണിച്ചു തരാൻ കേസ്. ജെല്ലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം. ജെല്ലിക്കറ്റ് ഒരു സ്റ്റഫ്ഡ് ടോയ് പോലത്തെ സാധനം.
ഇതൊരു ഗിഫ്റ്റ്സ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, കാർഡിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ഒരാൾ കണ്ണാടിയിലൊക്കെ നോക്കി വരുന്നു. നല്ല ക്ലോക്സും ആണോ അവിടെ? അതെ, നല്ല ക്ലോക്കുകൾ കൊള്ളാം. നല്ല ഷോപ്പാണ്. നമുക്ക് ഫാമിലി ഫ്രെയിംസ് ഉണ്ട്, കുറേ ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. വാറിങ് sharks have been spotted in the pool. Eat, sleep, hockey. അടിപൊളി. അതെ, ഗിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. Man cave rules. My cave, my rules. No sitting in my chair. Keep your hands up. കാരണം അതൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റും. കിട്ടില്ല സാധനം കണ്ട്. ഹാർലിയും ഇന്ത്യനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സാധനം, അടിപൊളി സാധനങ്ങൾ. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ സാധനങ്ങളുണ്ട്. ബിയർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്, ഫ്രീ ബിയർ. ഇത് ആൻറ്റിക് സാധനങ്ങളാണ്, പഴയ അറിയത്തില്ല, കണ്ടിട്ട് ആൻറ്റിക് എന്ന് തോന്നുന്നു. റസ്റ്റിക് ലുക്കൊക്കെ ഉണ്ട്. കിളി എവിടെ? മറ്റേ ഫ്ലെമിംഗോസ് വെക്കുന്ന പോലത്തെ. അതെ അതെ, ഫ്ലെമിംഗോസ് അല്ല, സോറി. എനിക്ക് 5 മണി ആയതിൻ്റെ ആണെന്ന് തോന്നുന്നു കിളിയുടെ ഒച്ചയൊക്കെ വന്ന്. ഞങ്ങളിങ്ങനെ നടന്ന് കാണുക ഗൈസ്. ഇതിൻ്റെ ഓരോ ഫിഗറീൻസാണ്, എന്ത് രസമാണ്, നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഒരു ക്രിസ്ത്യൻ ടച്ചുള്ള ഷോപ്പാണ്, യുക്രൈനിയൻ ഷോപ്പാണ് കാണാൻ കണ്ടത്. ഇവിടെ പെറോഗീസൊക്കെ ഉണ്ട്, ഇവിടുത്തെ യുക്രൈനിയൻകാർ ഫുഡാണ്. ഉണ്ട് വിശുദ്ധന്മാരും ഉണ്ട്, അന്ത്യത്താഴം എല്ലാം ഉണ്ട്. ഓ ഗൈസ്, ഇതുകൊണ്ട് ജെല്ലിക്കെറ്റ്. ഞാൻ പറഞ്ഞത് ജെല്ലിക്കെറ്റാണ് അവിടെ ഇരിക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് മോളിൽ കയറി ഇറങ്ങി. ഞങ്ങൾ ആ കടയിൽ ഒന്നും വാങ്ങിച്ചില്ല, കാരണം എന്തോ ഇന്നൊന്നും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, ഒരു കൊളീഗിന് കൊടുക്കാൻ വേണ്ടിയുള്ളത് ഞങ്ങൾ കണ്ടില്ല അവിടെ, അല്ലേ? അതാ, അത് കാരണം ഞങ്ങൾ ചോദിച്ചു തിരിച്ചു വന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഒരു ഷോപ്പിൽ നോക്കാം. ഇപ്പം നാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. റിക്കീസ് എന്നാണ് അതിൻ്റെ പേര്, റിക്കീസ് ഓൾ ഡേ ഗ്രിൽ. എന്നിട്ട് ഇവിടെ എനിക്കൊന്ന് ഓൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രിൽസ് അതുപോലെ സാധനം വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ട്. അപ്പം നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് ഷോപ്പ്. കൊള്ളാമല്ലേ? അതിനുള്ള സീറ്റൊക്കെ കിട്ടി, മെനു ഒക്കെ കൊണ്ടുവച്ച് നല്ല കിഡിലെ മെനു ആണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് മെനുവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരാളൊന്ന് ചോദിച്ച് വെള്ളം എടുത്ത് തരാൻ പോയി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പം നമുക്ക് നോക്കാം എന്താ വേണ്ടിയെന്നല്ലേ. ഓക്കെ, അവിടെ ഒരു മലയാളിയാണ് തോന്നുന്നത്, അപ്പോൾ ആളെ ജോലി അറിയത്തില്ല. ഇന്ത്യക്കാരാണ്, പക്ഷേ ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നത്. ഞാനത് കൺഫർട്ടിൽ അങ്ങനെ മലയാളികളാരും കാണത്തില്ല. ആൾക്കാരുണ്ടല്ലോ, ഇന്ത്യക്കാർ കുറച്ച് പേരുണ്ട്, കണ്ടല്ലോ നമ്മളെന്നാലും. ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യൻസ് പറയാറുണ്ട്. നമുക്കെന്നാൽ എന്താണെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് എന്ന് എഴുതി അവിടെ മറ്റേ വീഡിയോ ഗെയിമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു ഐസ്ഡ് ടീയും ഒരു ലെമണേഡും വാങ്ങിച്ചു. രണ്ടും നല്ല കിടിലൻ ടേസ്റ്റ്, ഒന്നും പറയാൻ നല്ല കിടിലൻ ടേസ്റ്റ്. ഞാൻ കുടിച്ച് നോക്കി. ഞാൻ ലേറ്റായിട്ട് എഴുതിയിരുന്നു, കുടിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇത് ഫ്യൂസ് എന്ന് പറഞ്ഞൊരു ഐസ് ടീ ഉണ്ട്, അതാണ്. ഇതൊരു നാച്ചുറൽ ലെമണേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിനകത്തുണ്ടാകും. അവിടെ നിന്ന് കണ്ടില്ല. രണ്ടും കാണും. ആള് വരുന്നു. താങ്ക് യു. നോ ഇറ്റ്സ് ഗുഡ്, താങ്ക് യു. ഗൈസ്, നമ്മുടെ ചിക്കൻ എത്തിയിരിക്കുകയാണ്. അതാണ് ഫിഷ്. ഒരു ഫിഷ് ടെൻഡറും ബാക്കി സോസ്, കോൾസ്ലോ, ഫ്രൈസ്. ഇവിടെയും കുറേ ഫ്രൈസ്, ചിക്കൻ ടെൻഡർ, ഇത് ഹണി മസ്റ്റേർഡ്. എനിക്ക് തോന്നുന്നു ഇത് ബീഫ് ഗ്രേവി, and കോൾസ്ലോ. ലുക്സ് വെരി നൈസ്, റൈറ്റ്? ഓക്കെ ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് കാണാം അല്ലേ? ഹലോ ഗൈസ്, അങ്ങനെ അരമണിക്കൂറിന് ശേഷം ബാക്കി കഴിക്കാൻ പറ്റുന്നില്ല. ബാക്കി മൊത്തം കാർബ്സാണ്. നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? കഴിക്കാൻ പറ്റുമോ? അല്ല, കണ്ടോ കിക്കായിരുന്നു. ഐസ് ടീ, ലെമൺ ടീ. എന്നിട്ട് ആ ചേച്ചി ഇനിയും കൊണ്ട് തരും. നമ്മളൊക്കെ എന്നിട്ട് പയ്യെ ബില്ലടിച്ചിട്ട് പയ്യെ ഇറങ്ങാം. അതുകൊണ്ട് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടാവും. മൂക്കിക്കൂടൊക്കെ കയറി പോകുന്നു. ചിരിച്ചവളെ കിടക്കും ഇപ്പം. Come on. What happened? Are you all right? ചിരിയുണ്ട്. ആരും ക്യൂട്ട്നെസ് വാരി കോരിയാണ് ഗൈസ്. ക്യൂട്ട്നെസ് വാരി വെതറ് കണ്ടു. ഇവിടുത്തെ ആ പെങ്കൊച്ച് വന്നിട്ട് പറഞ്ഞു, ആരും യു ലുക്ക് സോ പ്രിറ്റിന്ന്. അപ്പം തൊട്ട് ഇച്ചിരി ക്യൂട്ട്നെസ് വാരി പുതിയ നോസ് റിങ് ഒക്കെ ഇട്ട് വാരി വെതറുക അല്ലേ? ഓഹ് ഗൈസ്, ഇച്ചിരി സൂമോട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്നിട്ട് പയ്യെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങും ഗൈസ്. നമുക്ക് ഇനിയും തിരിച്ച് ഒത്തിരി ഇരുട്ടാവുക. നമുക്ക് ഓൾറെഡി 7 മണിയായി. നമുക്കിനി 1.5 മണിക്കൂർ കൂടുതൽ ട്രാവലുണ്ട്. അപ്പം ഇപ്പോഴേ ശരിയല്ല.